നടി തൃഷയ്ക്കെതിരായ ഉദയനിധി സ്റ്റാലിന്റെ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. ജാമ്യത്തിലിറങ്ങിയ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സഭയിലെത്തും. ടിവിക്ക് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് രാവിലെ 10 മണിക്ക് ധനമന്ത്രി മാരി വിൽസൺ സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് ടിവിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സ്ത്രീകൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കൽ, മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര, 200 യൂണിറ്റ് വൈദ്യുതി തുടങ്ങിയ പ്രധാന വാഗ്ദാനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. ജാമ്യം നേടി ചെന്നൈയിൽ തിരിച്ചെത്തിയ ഉദയനിധിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. இந்த கைதுக்கு நான் பயப்பட மாட்டேன். இன்னும் 100 முறை பேசுவேன், மீண்டும் பேசுவேன். அதில் சில பேர் சொல்லியிருக்கிறாங்க நான் இரட்டை அர்த்தத்தில் பேசிட்டேன், டபுள் மீனிங்கில் பேசிட்டேன் அப்படின்னு சொல்லியிருக்கிறாங்க. நான் நிச்சயமாக டபுள் மீனிங்லலாம் பேசவே இல்லை. நான் ஒரே மீனிங்கில் தான் பேசினேன், சிங்கிள் மீனிங்கில் தான் பேசினேன், மீண்டும் பேசுவேன். இந்த முறை தண்ணீர் வரலை, காவிரிக்கு தண்ணீர் வரணும், இதைத்தான் நான் பேசினேன். இதை மீண்டும் மீண்டும் நான் பேசுவேன். எனவே இந்த மாதிரி பொய் வழக்குகளுக்கெல்லாம் பயப்பட போகிறதில்ல. இது சட்ட ரீதியாக சந்திக்க நான் தயாராக இருக்கின்றேன். MG പ്രതീക്ഷയാണ് ചെന്നൈയിൽ നിന്ന്. പ്രതീക്ഷ മാപ്പ് പറയില്ല എന്ന് മാത്രമല്ല, താൻ വീണ്ടും ഇപ്പോൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഇനി ആവർത്തിക്കുകയും ചെയ്യും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. 2001 കരുണാനിധി അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ആ സംഭവ വികാസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഉദയനിധിയുടെ ഒരു ഉദയം ഇനിയിപ്പോൾ സംഭവിക്കുമോ തമിഴ്നാട്ടിൽ? അതോ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഉദയനിധി സ്റ്റാലിന്റെ ഗ്രാഫ് ഇടിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്നിപ്പോൾ എന്തൊക്കെ സംഭവിക്കാനാണ് സാധ്യത തമിഴ്നാട് നിയമസഭയിൽ, പ്രത്യേകിച്ച് ഈ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന്റെ കൂടി ഒരു സാഹചര്യത്തിൽ? ഷിഹാസ, തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗത്തിൽ അറസ്റ്റ് ചെയ്ത ഉദയനിധി സ്റ്റാലിനെ 1 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് തഞ്ചാവൂർ സെങ്കപ്പട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചത്. പിന്നീട് അവിടെ നിന്ന് തൃച്ചി വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു. വലിയ പ്രതിഷേധം, ആവേശമൊക്കെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നലെ 11 മണിയോടുകൂടി ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ ഉദയനിധി സ്റ്റാലിൻ പിന്നീട് ഔദ്യോഗിക വസതിയായ നീലാങ്കരയിലേക്കാണ് പോയത്. ഇന്ന് തമിഴ്നാട് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിന് തലേ ദിവസം ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ ഉദയനിധി സ്റ്റാലിൻ പങ്കെടുക്കും. സമ്മേളനം ആകെ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. കാരണം നിയമസഭയ്ക്ക് പുറത്ത് ഇന്നലെ വലിയ പ്രതിഷേധം കണ്ടതാണ്. നീലാങ്കരയിലെ വീട്ടിൽ നിന്ന് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഘട്ടം മുതൽ പിന്നീട് വിട്ടയച്ച് ചെന്നൈയിൽ എത്തുന്നത് വരെ നീണ്ടുനിന്ന പ്രതിഷേധമാണ്. അത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആചരിക്കുകയും DMK ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞത് എന്താണോ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. കാവേരി നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് താൻ സംസാരിച്ചത്. ഒരു തരത്തിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല. തന്റെ നിലപാട് താൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച ശേഷം ഉദയനിധി സ്റ്റാലിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഈ DMK പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ, സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിരോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ TVKയുടെ തീരുമാനം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ നിയമസഭാ സമ്മേളനം. ഇന്നലെ DMK ആസ്ഥാനത്ത് ചേർന്ന അടിയന്തര പാർട്ടി യോഗത്തിൽ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാർക്കും MLA-മാർക്കും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യഘട്ടം മുതൽ നിയമസഭയിൽ പ്രതിഷേധിക്കാൻ തന്നെയായിരിക്കും DMKയുടെ തീരുമാനം. പക്ഷേ ഇതിനെ TVK എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും എന്ന നിലപാടാണ് TVK പ്രധാനമായി പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവായാൽ പോലും ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമെന്ന സന്ദേശം ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വാദം പ്രധാനമായും TVK ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് വിജയ് സർക്കാരിൻ്റെത്. നിർണായകമായ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകും. ധനമന്ത്രി മാരി വിൽസൺ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും. പ്രധാനമായും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, കൂടുതൽ സാമ്പത്തിക സഹായം സ്ത്രീകൾക്ക് ഉയർത്തുക, ഒപ്പം KSRTC-യിൽ പൂർണ്ണ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള പ്രതീക്ഷകൾ ഈ ബഡ്ജറ്റിലുണ്ട്. എന്തായാലും ഈ രാവിലെ ചേരുന്ന നിയമസഭാ സമ്മേളനം നിർണായകമാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, MG പ്രതീക്ഷയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാടകീയമായ സംഭവങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം.